Which of the following type of pump needs more frequent overhaul frequency than others under similar operating conditions? അല്ലെ, അപ്പൊ കുറെ അധികം 3-4 ഓപ്ഷൻസ് ആയിട്ട് പമ്പുകൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പമ്പിൽ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സബ്മെർസിബിൾ പമ്പ്, രണ്ടാമത്തെ വെർട്ടിക്കൽ ടർബൈൻ പമ്പ്, മൂന്നാമത്തത് സെൻട്രിഫ്യൂഗൽ പമ്പ്, നാലാമത്തെ all of these pump have a broadly have same മെയിൻ്റെനൻസ് ഫ്രീക്വൻസി. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇതിൽ ഈ 4 പമ്പുകളിൽ സിമിലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിൽ ഈ ഓവർഹോളിംഗ് ഫ്രീക്വൻസി ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഓവർഹോളിംഗ് ഫ്രീക്വൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അതിനെ ഓവർഹോൾ ചെയ്യേണ്ടത് അല്ലെ, റിപ്പയറിംഗ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ സബ്മെർസിബിൾ പമ്പിനാണോ ഏത് പമ്പിനാണെന്ന് ചോദിച്ചിട്ടില്ലേ, മോർ ഫ്രീക്വന്റ് ഓവർഹോളിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. വെർട്ടിക്കൽ ടർബൈൻ പമ്പിനാണോ സെൻട്രിഫ്യൂഗൽ പമ്പിനാണോ? അപ്പൊ ഈ 3 പമ്പുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേതാണ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ 3 പമ്പുകൾ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എന്താണ് സബ്മെർസിബിൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് സബ്മെർസിബിൾ പമ്പ് തന്നെ ആയതുകൊണ്ട്. സോ വാട്ട് ഈസ് സബ്മെർസിബിൾ പമ്പ്? എന്താ സബ്മെർസിബിൾ പമ്പ്? നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന അല്ലെ, ടാങ്കിലോട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു പമ്പിനാണ് നമ്മൾ നോർമലി സബ്മെർസിബിൾ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റ്സ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആൻഡ് കണ്ടെയ്ൻസ് ആൻ ഇന്റഗ്രേറ്റഡ് മോട്ടോർ. It is more prone to seal failure, moisture ingress and motor insulation damage. ഇത് ഫുള്ള് എന്ത് ചെയ്യാണ്, നമ്മൾ ആ മോട്ടറോട് കൂടിയിട്ട് പമ്പ് മോട്ടർ കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാണ് ഇതിന്റെ അത് അകത്തോട്ട് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ എന്ത് വരുന്നത് ഈ ഒരു സബ്മെർസിബിൾ പമ്പ് എന്ന് പറയുന്നത് അല്ലെ. ഹെൻസ് ഇറ്റ് ജനറലി റിക്വയർസ് മോർ ഫ്രീക്വന്റ് ഓവർഹോൾസ് അണ്ടർ സിമിലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയുന്നത്. Then next, vertical turbine pump. എന്താ vertical turbine pump പറയുന്നത്? Motor is usually above ground, easier to inspect and maintain, and components are less exposed. അപ്പോൾ vertical turbine pump എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഗ്രൗണ്ടിലാണ് വെക്കുന്നത്, നമുക്ക് ഈസി ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ്, സിമ്പിൾ കൺസ്ട്രക്ഷൻ, ഈസി ആക്സസ് ആൻഡ് ലോവർ മെയിൻ്റെനൻസ് ഫ്രീക്വൻസി. ഇതാണ് നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, സബ്മെർസിബിൾ പമ്പ് ആയിരിക്കും. സബ്മെർസിബിൾ പമ്പിലാണ് മോർ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എന്ന് പറയുന്നത്. അത് ഓൾറെഡി വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കിടക്കുകയാണ്, നമുക്കത് അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയ മോട്ടറും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. നിങ്ങൾ എല്ലാവരും സബ്മെർസിബിൾ പമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ.